ഹായ്, ഇന്നത്തെ റെസിപ്പി നമ്മൾ വീട്ടിലെപ്പോഴും കാണുന്ന ഐറ്റംസൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ് ഇട്ടത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം ഇതിലേക്കുള്ളൊരു ഉള്ളി മസാല റെഡിയാക്കി എടുക്കട്ടെ. പാനിൽ കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് 2 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചൊരു ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഈ സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചൊരു കളറിന് വേണ്ടിയിട്ടാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഈ ഒരു ഉള്ളി മസാല കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടത്. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഗ് പഫ്സിൽ കാണുന്ന ആ ഒരു മസാലൻ്റെ പരുവത്തിലാണ് വേണ്ടത്. കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിയാണ് വേണ്ടത്. ഇനി ഇതൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കട്ടോ. ആ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കട്ടോ. ഇപ്പോൾ ഇതിലേക്കുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം കേട്ടോ. മിക്സിയുടെ ജാറിലേക്ക് 2 മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. കുറച്ചൊരു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണേ. ഇനിയിപ്പോൾ നമ്മൾ അരച്ചെടുത്ത ബാറ്റർ വെച്ചിട്ട് ഓരോ ദോശയാക്കി ചുട്ടെടുക്കട്ടോ. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഉള്ളി മസാല വെച്ച് കൊടുക്കണം. പിന്നെ ഞാനൊരു 3 മുട്ട വേവിച്ചിട്ട് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഓരോ പീസും ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതേപോലെ മടക്കിയെടുക്കണം. പിന്നെ ഞാനൊരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം മുട്ട മിക്സിൽ മുക്കിയെടുക്കാം. ഒരു കുറച്ചൊരു ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണേ. ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു വശം മൊരിഞ്ഞ് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു എഗ് പപ്സ് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.